കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നിരന്തരം വിവാദത്തിൽ ഉൾപ്പെടുന്ന സംഘടനയാണ് നടീനടന്മാരുടെ കൂട്ടായ്മയായ അമ്മ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയുണ്ടായ വിവാദങ്ങളെ തുടർന്ന് സംഘടനയുടെ ഭരണസമിതി പിരിച്ചുവിട്ടിരുന്നു. സെപ്റ്റംബറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിലൂടെ പുതിയ ഭരണസമിതി അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോഴിതാ അടുത്തിടെ നടന്ന അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിൽ നിരവധി സംഭവ വികാസങ്ങളാണ് നടന്നത്. കഴിഞ്ഞ ദിവസത്തെ അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിൽ സെപ്റ്റംബറിൽ നടക്കാനിരിക്കുന്ന പുതിയ ഭരണസമിതി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു പ്രധാന അജണ്ട. 600ഓളം അംഗങ്ങളുള്ള സംഘടനയുടെ ജനറൽ ബോഡി യോഗത്തിൽ 300ഓളം അംഗങ്ങൾ മാത്രമായിരുന്നു പങ്കെടുത്തത്. യോഗത്തിൽ നടന്നതെന്ന തരത്തിൽ ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. പ്രസംഗിക്കാനെത്തിയ നടൻ ബൈജുവിനോട് മോഹൻലാൽ കയർത്തു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളായിരുന്നു പ്രചരിച്ചത്. വെറുതെ താടിയിൽ കൈകൊടുത്തിരുന്നാൽ പോരെ, എന്തിനാണ് അമ്മ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിയുന്നത് എന്നൊക്കെ പറയുന്നത് പ്രസംഗത്തിനിടെ മോഹൻലാലിനോട് ബൈജു ചോദിച്ചു എന്നാണ് പറയുന്നത്. അത് ഇഷ്ടപ്പെടാതിരുന്ന മോഹൻലാൽ പൊട്ടിത്തെറിച്ചുവെന്നും പ്രസംഗിക്കാൻ വന്നാൽ അത് ചെയ്തിട്ട് പോകണമെന്നും മോഹൻലാൽ പറഞ്ഞു. ഞാൻ നിൽക്കണോ രാജിവെക്കണോ എന്നൊക്കെ ഞാൻ തീരുമാനിക്കും എന്ന് ബൈജുവിനോട് മോഹൻലാൽ മറുപടി പറഞ്ഞു എന്നുമായിരുന്നു പ്രചരിച്ചത്. അതോടെ ബൈജു സന്തോഷിനെ പരിഹസിച്ചും വിമർശിച്ചും നിരവധി ട്രോളുകളും കമന്റുകളുമാണ് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത്. തഗ് ഡയലോഗുകൾ ബൈജുവിന്റെ ട്രേഡ് മാർക്ക് എന്ന രീതിയിലായിരുന്നു പ്രേക്ഷകർ കണ്ടിരുന്നത്. ബൈജുവിന്റെ അഭിമുഖങ്ങളെ രസകരമാക്കിയിരുന്നതും ഇത്തരം ഉരുളയ്ക്കുപ്പേരി മറുപടികളായിരുന്നു. സ്വകാര്യതയിലേക്ക് ഇടപെട്ടുള്ള ഓൺലൈൻ മാധ്യമങ്ങളുടെ ചോദ്യത്തോട് കുറിക്കുകൊള്ളുന്ന മറുപടിയിലൂടെ പ്രതികരിക്കുന്ന ഒരേയൊരു നടനും ബൈജു ആയിരിക്കും. ഇപ്പോഴത്തെ മോഹൻലാലുമായി നടന്നത് എന്ന രീതിയിൽ പ്രചരിക്കുന്ന സംഭാഷണത്തിലെ സത്യം എന്താണെന്ന് വെളിപ്പെടുത്തുകയാണ് ബൈജു സന്തോഷ്. സത്യമറിയാതെ പലരും വ്യാജം പ്രചരിപ്പിക്കുന്നുവെന്നും സത്യാവസ്ഥ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നതല്ല എന്നും ബൈജു പറഞ്ഞു. സംഭാഷണം വളച്ചൊടിച്ചുവെന്നും ഇപ്പോഴുള്ള കമ്മിറ്റി തുടർന്നാൽ പോരെ എന്ന് താൻ പ്രസംഗത്തിനിടെ പറഞ്ഞപ്പോൾ അത് ഇഷ്ടപ്പെടാതിരുന്ന മോഹൻലാൽ അനിഷ്ടം പ്രകടിപ്പിക്കുക മാത്രമാണ് ചെയ്തതെന്നും നടൻ പറയുന്നു. സോഷ്യൽ മീഡിയയിൽ ചില കാര്യങ്ങൾ പ്രചരിക്കുന്നതായി കണ്ടു. എന്തിനാണ് സത്യം അറിയാതെ ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. വാസ്തവമല്ല നിങ്ങൾ അറിഞ്ഞത്. 3 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അമ്മയുടെ ജനറൽ ബോഡി മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. മാത്രമല്ല വൈകിയാണ് മീറ്റിംഗിലെത്തിയതും. അപ്പോഴേക്കും ശ്രീ മോഹൻലാലിന്റെ പ്രസംഗം കഴിഞ്ഞിരുന്നു. ഇപ്പോഴുള്ള കമ്മിറ്റിയും പ്രസിഡന്റ് മോഹൻലാലും സ്ഥാനം ഒഴിയുകയാണെന്നും പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുകയാണെന്നും തീരുമാനിച്ചും കഴിഞ്ഞിരുന്നു. പക്ഷേ വൈകിയാണ് മീറ്റിംഗിന് എത്തിയത് എന്നതുകൊണ്ട് തന്നെ ഞാനിതൊന്നും അറിയാതെയാണ് പ്രസംഗിച്ചത്. മോഹൻലാൽ തന്നെ നേതൃസ്ഥാനത്ത് തുടരണമെന്ന താല്പര്യമായിരുന്നു എനിക്ക്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള കമ്മിറ്റി 2 വർഷം കൂടി പോകട്ടെ, ഈ കമ്മിറ്റിയെ അനുകൂലിക്കുന്നവർ കൈപൊക്കൂ, ഇപ്പോൾ ഇരിക്കുന്നത് പോലെ തുടർന്നാൽ പോരെ എന്ന് ഞാൻ കമ്മിറ്റിയെ അനുകൂലിച്ചു പറഞ്ഞു. നേതൃസ്ഥാനത്ത് തുടരാൻ താല്പര്യമില്ലെന്ന് അറിയിച്ചതിന് ശേഷവും ഞാൻ അങ്ങനെ പറഞ്ഞത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അതിനാൽ അനിഷ്ടം പ്രകടിപ്പിച്ചു. സംഘടനയിൽ 2 അംഗങ്ങൾ തമ്മിലുള്ള സ്വകാര്യ സംഭാഷണമായിരുന്നു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം പറഞ്ഞു, അല്ലാതെ വേറെ പ്രശ്നങ്ങളില്ല എന്നും ബൈജു കൂട്ടിച്ചേർത്തു. സംഘടനയുടെ ജനറൽ ബോഡിയിൽ നടന്നതും സംസാരിച്ചതുമായ കാര്യങ്ങൾ പുറത്തുപോയതിലെ അനിഷ്ടവും ബൈജു പ്രകടിപ്പിച്ചു. ഇത്തരത്തിൽ പ്രചരിപ്പിക്കേണ്ട കാര്യമില്ലായിരുന്നുവെന്നും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയായല്ലോ എന്നും ബൈജു പറഞ്ഞു. ശാന്ത സ്വഭാവക്കാരനാണ് മോഹൻലാൽ. അതുകൊണ്ട് തന്നെ പൊതുവേദിയിൽ വെച്ച് ഒരു നടനോട് മോഹൻലാൽ കയർത്തു എന്ന് വിശ്വസിക്കാൻ പ്രേക്ഷകരും ആരാധകരും തയ്യാറായിരുന്നില്ല.